നായാട്ട് കഴിഞ്ഞ് വരവെയാണ് തൻ്റെ സഹോദരപുത്രനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബുൽ ഹക്കം അബൂജഹൽ ചീത്ത പറഞ്ഞു ആക്ഷേപിച്ച വിവരം ഹംസ അറിയുന്നത്. അങ്ങനെ ഹംസ നേരെ കഅബയുടെ പരിസരത്ത് നേതാക്കൾ ഇരിക്കുന്ന ഹത്തീം ഭാഗത്തേക്ക് ചൊല്ലുകയാണ്. അവിടെ ചെന്ന് തൻ്റെ കയ്യിലുള്ള വില്ലെടുത്ത് അബൂജഹലിനെ അടിച്ചു വീഴ്ത്തി ചോര ചിന്തി. നല്ല അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അബൂജഹലിനും ഹംസക്കും ഇടയിൽ. ശക്തരായ നേതാക്കളായിരുന്നു അവർ. അതേസമയം തൻ്റെ സഹോദരപുത്രനെ ആക്ഷേപിച്ചതിലൂടെ, പരിഹസിച്ചതിലൂടെ ആ സൗഹൃദം അവിടെ അവസാനിക്കുകയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തിന് അത് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂജഹൽ വളരെ മോശമായി ചീത്ത പറഞ്ഞ സമയത്ത് തങ്ങൾ പാലിച്ച സംയമനത്തിൻ്റെ വലിയ പ്രതിഫലനം ആണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം പുൽകലിൽ അവസാനിച്ചത്. ജീവിതത്തിൻ്റെ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ പലപ്പോഴും പരിഹസിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ഒരു ന്യായവുമില്ലാതെ ഭർസിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ സംയമനത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും വഴിയെ പോകുന്നവർക്ക് വിചാരിക്കാത്ത തരത്തിലുള്ള ഫലങ്ങൾ ലഭിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്.